ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. തുടർന്നുകൊണ്ടേയിരുന്ന ഭൂതകാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും സിമ്പിളായ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതിന് എങ്ങനെ പറയാം? ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. അവൾ കളിച്ചുകൊണ്ടിരുന്നു. ഷീ ഹാഡ് ബീൻ പ്ലേയിങ്. അവൻ കളിച്ചുകൊണ്ടിരുന്നു. ഹി ഹാഡ് ബീൻ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരുന്നു. ദേ ഹാഡ് ബീൻ പ്ലേയിങ്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. വി ഹാഡ് ബീൻ പ്ലേയിങ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഇത് ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഐ ഹാഡ് ബീൻ ഡൂയിങ്. സബ്ജക്റ്റീവ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോം. വെർബിൻ്റെ ഐ എൻ ജി ഫോം എന്ന് പറഞ്ഞാൽ ജെറൻ ഫോം. വെർബിൻ്റെ ഐ എൻ ജി ഫോം എന്ന് പറഞ്ഞാൽ ജെറൻ ഫോം. ഓക്കെ. അവൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഷീ ഹാഡ് ബീൻ ഡൂയിങ്. അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഹി ഹാഡ് ബീൻ ഡൂയിങ്. അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ദേ ഹാഡ് ബീൻ ഡൂയിങ്. അവർ കളിച്ചുകൊണ്ടേയിരുന്നു. ദേ ഹാഡ് ബീൻ പ്ലേയിങ്. ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ പ്ലേയിങ്. അവൻ കളിച്ചുകൊണ്ടേയിരുന്നു. ഹി ഹാഡ് ബീൻ പ്ലേയിങ്. അതായത് കൊണ്ടേയിരുന്നു, ഭൂതകാലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് ഏതുമാവട്ടെ, ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി എന്നീ ഏത് സബ്ജക്റ്റുകളോട് കൂടിയും ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോമാണ് വരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഞാൻ പാടിക്കൊണ്ടേയിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാഡ് ബീൻ സിംഗിങ്. അവൾ പാടിക്കൊണ്ടേയിരുന്നു. ഷീ ഹാഡ് ബീൻ സിംഗിങ്. അവൻ പാടിക്കൊണ്ടേയിരുന്നു. ഹി ഹാഡ് ബീൻ സിംഗിങ്. അതായത് ഭൂതകാലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഭൂതകാലത്തിൽ തന്നെ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി കുറച്ച് സമയത്തേക്ക് തുടർന്നുകൊണ്ടേയിരുന്ന് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഞാൻ 2005 കോളേജിൽ ചേർന്നപ്പോഴേക്കും ഹരികൃഷ്ണൻ അവിടെ 10 വർഷമായി പഠിപ്പിക്കുകയായിരുന്നു. അതായത് ഞാൻ 2005 സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോഴേക്കും ഹരികൃഷ്ണൻ അവിടെ 10 വർഷമായി പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? When I joined the college in 2005, Harikrishnan had been teaching there for 10 years. When I joined the college in 2005, Harikrishnan had been teaching there for 10 years. അപർണ 10 വർഷമായി അവിടെ താമസിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? അപർണ ഹാഡ് ബീൻ ലിവിങ് ദർ. അപർണ ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ 10 years. അങ്ങനെ പറയാം. അതായത് ഭൂതകാലത്തിലെ തന്നെ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി കുറച്ച് നീണ്ടുപോയി അതിങ്ങനെ ഉള്ളതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതായത് അപർണ 10 വർഷമായി അവിടെ താമസിക്കുകയായിരുന്നു. അപർണ ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ 10 years. ഞാൻ കോളേജിൽ 2005 ജോയിൻ ചെയ്യുമ്പോൾ ആരവിടെ 10 വർഷമായി ഹരികൃഷ്ണൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെ പറയാം?
When I joined the college in 2005, Harikrishnan had been teaching there for 10 years. അപ്പോൾ ഭൂതകാലത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് വരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഇനി അവർ പഠിച്ചുകൊണ്ടേയിരുന്നു. ദ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ പ്ലേയിങ്. ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ ഡിസൈഡിങ്. ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ ഗോയിങ്. ഞങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ കമ്മിങ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് സബ്ജക്റ്റ് ഏതുമാവട്ടെ, ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി, ഈ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഹാഡ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഞാൻ പാടിക്കൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ സിംഗിങ്. ഞാൻ പാചകം ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ കുക്കിംഗ്. ഞാൻ പോയിക്കൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഗോയിങ്. ഞാൻ വന്നുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ കമ്മിങ്. ഞാൻ തീരുമാനിച്ചുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ബീൻ ഡിസൈഡിങ്. അങ്ങനെയാണ്. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.